ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ ശരത് സാർ. മക്കളെ, എന്തോ അർജുനെ, എന്തോ ഇവിടെ നല്ല രസമുള്ള പാട്ടാണ്, നല്ല സുഖമുള്ള ഒരു പാട്ടാണിത്. അത് എനിക്ക് ഉള്ള പൊതുവെ ഉള്ള ഒരു ഒറ്റ അഭിപ്രായം പറയാനായി, മോന് കുറച്ചും കൂടെ ഇൻവോൾവ്മെന്റ് ആവാമായിരുന്നു. അതിലേക്ക് ഇറങ്ങി മോൻ നിന്ന് പാടിയില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ചില ഏരിയകൾ നമുക്ക് ഇങ്ങോട്ട് എത്തേണ്ടത് പോലും നമുക്ക് ഇങ്ങോട്ട് എത്താത്തത്. ഒരു ഓളം, നമ്മുടെ തലയ്ക്കൊക്കെ ഓളം, അത് വേണമായിരുന്നടാ. അതേ ഉള്ളു എനിക്കൊന്ന് മിസ്സായത് പോലെ തോന്നിയത്. ഓളങ്ങൾ താളം തല്ലുമ്പോ നീലക്കുരുവി നീ നീ എപ്പോഴും അത് അവിടെ പോയിട്ട് അങ്ങോട്ട് ഇടിക്കുക. അല്ല, ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? നൈസ് ഐഡിയ. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ ഇപ്പോഴും മോനെ ഒരു അരപ്പാണ് അവിടെ കുറവാടാ. നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. നല്ല സന്തോഷത്തോടെ പാടിയേ. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. ഗുഡ് 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 മോനെ, വെരി ഗുഡ് വെരി ഗുഡ്. അതുപോലെ മോനെ ഈ പന്തൽ കെട്ടി അതിലൊക്കെ ഒരു സന്തോഷം. അനൂഫേ കേട്ടാ നിന്റെ ആയുധം. പന്തൽ കെട്ടിയുടെ കോട് വരട്ടെ, മേജർ വരട്ടെ. അത് തന്നെ. പന്തൽ കെട്ടി പമ്പ മുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും. അതൊക്കെ നല്ല മോനെ. പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും. നല്ല നല്ല പ്ലേസ് ആണ് അത്. അപ്പൊ മോൻ അത് കൃത്യമായിട്ട് എത്തിക്കണം. 2 തവണ നിനക്കത് എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തുടിക്കുന്ന ചുണ്ടിലെ ഈയാൻ പാറ്റകൾ പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും. അതിനൊരു ആ ഒരു ഫീലാണ് മോനെ. പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും. മോനത് പറക്കും പറന്നാൽ തനന് തിരിച്ചടയ്ക്കും. എന്താണ് ലോണാണ് ഇത്ര ശക്തിക്ക് നീ തിരിച്ചടയ്ക്കാൻ പാടിത്താ. പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും. വെരി ഗുഡ് ശ്രുതി. പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും. മതിയല്ലോടാ ചക്കരെ. വണ്ടർഫുൾ മോനെ, സൂപ്പർ. നീ ഇത് കേട്ട് നോക്കട്ടെ, തിരിച്ചടയ്ക്കും വല്ലാത്ത തടപ്പായിരുന്നു. മൊത്തത്തിൽ മക്കൾക്ക് ഒരു ഇൻവോൾവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനല്ല നീ സത്യത്തിൽ പാടുന്നത്. എന്താ ഇങ്ങനെ ഉഴപ്പടി? എനിക്ക് തോന്നുന്നു വോയിസ് ഒന്ന് കുറച്ചിപ്പോ മാറിക്കൊണ്ടുവരുന്നു. അതപ്പോ ശബ്ദം മാറുന്നുണ്ട്. അപ്പോ ഈ മേളിലുള്ള നോട്ട്സ് ഒരു ഇടർച്ച ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല മോനെ, അത് ആക്സിഡന്റ് അല്ലേ, അത് നമ്മൾ വിഷയമായിട്ട് എടുക്കത്തില്ല. പക്ഷെ എങ്കിലും മോൻ നോക്കണം, കുറച്ചും കൂടി ഈ താഴെയുള്ള പോർഷൻ പാടാമല്ലോ. നിനക്ക് തൊണ്ട പ്രോബ്ലം ഉണ്ടല്ലോ, മുകളിലുള്ളതല്ലേ ഉള്ളൂ പ്രോബ്ലം ഉള്ളത്. ഈ താഴെയൊക്കെ അങ്ങ് സൂപ്പിക്കുക. ഈ പാട്ട് അവിടെ തന്നെ ആണുള്ളത്, ഒരു സമയത്തേ മേളിലോട്ട് പോകുന്നുള്ളൂ. അപ്പൊ അത് സൂപ്പിക്കണ്ടേ? എടാ നിങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയുക, ഒരു ക്രീമാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ കട്ടയ്ക്ക് പാടാന്നുള്ളതാണ് എൻ്റെയും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പൊ നിങ്ങൾ ചുമ്മാതെ മാർക്കം കുറഞ്ഞ് വെളിയിപ്പോയാൽ അത് ആ വിഷമം കൊണ്ടായി പറയുന്നത്. എന്തൊക്കെയാലും എലിമിനേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ സിൻസിയറായിട്ട് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് മക്കളെ, കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. അർജുനെ, എന്തോ കുഴപ്പമില്ലാതെ പാടിയടാ. താങ്ക് യു സർ. എനിക്കെന്താന്ന് വെച്ചാൽ ആ നീലക്കുരുവി ആ നീ ഫസ്റ്റ് തൊട്ട് എവിടെയും നീ ഹിറ്റ് ചെയ്തില്ല. എല്ലാം എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടിക്കും ഒരു പവർ അതിനുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ചരണം ഒക്കെ എത്തിയപ്പോഴേക്കും ആ പാട്ടിനോടുള്ള ഇൻവോൾവ്മെന്റ് വെറുതെ പാടുന്നത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് എനിക്ക്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞല്ലോ. അപ്പം എനിക്കൊന്ന് ഈ പാട്ടിന് കുറച്ചുകൂടെ ഒരു സന്തോഷം. ഒന്നാമത് ഇപ്പൊ ചിരിച്ച് പാടിയപ്പോൾ തന്നെ ആ ഹോൾ ടെക്സ്ചർ മാറി പാട്ടിന്റെ. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. അങ്ങനെ പാടിക്കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയാണ്. അത്ര ഉള്ളു മോനെ പറയാൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം ശരത്തേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് ആവുമായിരുന്നടാ. കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ചേച്ചി. അർജുൻ, എന്തോ ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തോ ഒരു അസുഖമുണ്ട് ഇപ്പോൾ വോയിസിൽ. അപ്പോൾ നീ മാത്രമല്ല, ഈ ഓലങ്ങൾ അതിന്റെ ഹൈ നോട്ടും
അത് ഓരോ ഹൈ നോട്ടും കുറച്ചൊന്ന് പ്രശ്നമാണ്. ചിലപ്പോൾ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ കിട്ടുന്നില്ല. അത് എപ്പോൾ കിട്ടുന്ന മോൻക്ക് തന്നെ അറിയുന്നില്ല. അതാണ് ഇവിടെ കുറച്ച് പ്രശ്നമാണ്. എനിവേ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, വോയിസ് നമ്മൾ പാടുമ്പോൾ ഒന്ന് ചിരിച്ച് അത് നമ്മൾ തന്നെ ഇൻവോൾവ് ആയി പാടാം. വെള്ളി വരട്ടെ പോട്ടെ, പക്ഷെ യു ബി കമ്മിറ്റഡ് ടു ഇറ്റ്. ഓക്കെ, ബട്ട് യു ആർ കേപ്പബിൾ, റിയലി കേപ്പബിൾ. വളരെ കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഐ വിഷ് ഈ അസുഖമൊക്കെ മാറട്ടെ പെട്ടെന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു ചേച്ചി. ഓക്കെ അർജു, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ മോന് 7.8. താങ്ക് യു താങ്ക് യു സാർ. ചേച്ചി താങ്ക് യു ചേച്ചി. മൊത്തം കിളി ഔട്ടാണ്. ഓക്കെ അയ്യോ, അയ്യോ. താങ്ക് യു ശരത് സർ. ഷാനിക. അർജുൻ എന്തോ 8. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 15.8. താങ്ക് യു ചേച്ചി.